हमारा फ्लाइट तो बहुत लेट था ना, फिर भी अच्छा था, कंफर्टेबल था। अच्छा हमारा अकोमोडेशन ठीक है ना? हाय नमस्ते जी सरदार जी ഇങ്ങനെ ആയിരിക്കും ബാലേഷ എന്റെ മുടിപ്പര അമ്മച്ചി എനിക്ക് ആദ്യം ആള് മനസ്സിലായില്ല ഈ വേഷത്തിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അതെ അതെ വിചാരിച്ചു കാറും കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ട് വാപ്പോ വന്നിട്ട് അധികം സമയം യെസ് മിസ് അശ്വതി വർമ്മ വാസ് കോണ്ടംപറ അതെ പ്ലീസ് ടു മീറ്റ് യു ഐ എം മോഹൻദാസ് ഫ്രം ഹിന്ദു ലോക്കൽ കറസ്പോണ്ടന്റ് കേട്ടിട്ടുണ്ട് കുറച്ചു കാലം ഡൽഹിയിലുണ്ടായിരുന്നല്ലേ ഉവ്വ് ആദ്യം എനിക്ക് മനസ്സിലായില്ല അശ്വതി ഇപ്പൊ ഇവിടെ നാട്ടിലേക്കൊരു ട്രാൻസ്ഫർ ഓ രംഗനാഥന് പോലെ അല്ലേ അതെ അശ്വതിയെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അശ്വതിയുടെ ഫീച്ചേഴ്സും സ്കൂപ്സും ഒക്കെ ഞങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ് താങ്ക്സ് അപ്പോ പുറപ്പെടാം നമുക്ക് ഇനി കാണാം മോഹൻദാസ് പറഞ്ഞു ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഇല്ല അടുത്ത ഡൽഹി ഫ്ലൈറ്റിൽ വളം മന്ത്രി വരുന്നുണ്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഡ്രൈവർ ലെഫ്റ്റ് താങ്ക്സ് വരും ആടിക്കുറകെ മുത്തച്ഛ മുത്തച്ഛ ആഹാ നീ വന്നോ ഈ പ്രാവശ്യവും നീ പറഞ്ഞു പറ്റിക്കുമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞ 2 പ്രാവശ്യം നീ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ ഞാൻ എന്ത് ചെയ്യാനാ മുത്തച്ഛ ലാസ്റ്റ് മിനിറ്റിൽ പ്രോഗ്രാം മാറ്റേണ്ടി വന്നു മുത്തച്ഛൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ ജോലിക്കാരില്ലേ എന്നെ നീ ഒരു വയസ്സിനാക്കാൻ ശ്രമിക്കുകയാണോ എന്റെ പൊന്നു മോളെ കണ്ണിൽ അല്പം കാഴ്ചക്കുറവുണ്ടെന്നുള്ളതല്ലാതെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല തിന്നോ തിന്നോ ബാ മോളെ നീ ഇങ്ങോട്ട് വന്ന വിവരം അദ്ദേഹം അറിഞ്ഞോ നിന്റെ അച്ഛൻ ത്രിവിക്രമവർമ്മ ഇല്ല ആ മാർവാടി പെണ്ണിനൂടെ തന്നെയാണോ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പൊറുതി എന്റെ മകളെ ആ ഏപ്രിലെ കൊണ്ട് കെട്ടിച്ചാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ മനസ്സ് മാറുകൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ല സ്വന്തം മകള് കെട്ടിത്തൂങ്ങി മരിച്ചാൽ ഏതച്ഛനാ സഹിക്കുക ആ ബന്ധം വേണ്ട നിന്റെ അമ്മ ആവോളം പറഞ്ഞതാ അന്ന് ഞാനത് കേട്ടില്ല നമസ്കാരം നമസ്കാരം വർമ്മ സാറിന് അപ്പുറത്തുണ്ട് ഓ അല്ല അപ്പോഴേ ഈ മന്ത്രിക്ക് എന്താ ബെൻസ് കാറില്ലയോ വകുപ്പ് സെക്രട്ടറിയോട് ചോദിക്കണം ആ ചോദിക്കണമല്ലോ എന്താ കാര്യം പറയൂ സാറ് ചീത്ത പറയരുത് പാർട്ടിയുടെ വാർഷികമാണ് ഈ പ്രാവശ്യമെങ്കിലും സാറ് പ്രസീഡ് ചെയ്യണം അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് മറ്റുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ വരാൻ വേണ്ടിയിട്ടുണ്ട് സാറ് കൂടി ഒന്ന് വരണം എല്ലാരും വന്നോട്ടെ പക്ഷെ ഞാൻ വരില്ല 10 വർഷങ്ങൾക്ക് മുമ്പ് കോലൊടിച്ചിട്ടതാണ് ഇനി ഞാൻ തിരിച്ചില്ല ഇരിക്കൂ അല്ല സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ സാറിനുള്ള പങ്ക് നിഷേധിക്കാൻ സാറിനാവില്ലല്ലോ താൻ എന്നെ പ്രലോഭിപ്പിക്കണ്ട എത്ര നിർബന്ധിച്ചാലും എനിക്കൊരു മറുപടിയേ ഉള്ളൂ ഞാനില്ല ഹലോ സേതു നീ എന്തുവാ വിളിച്ചത് സേതു വന്നു ഇയാളിപ്പോ സേതു സാറെന്ന് വിളിക്കണം സേതു സാറോ ഇയാളിപ്പോ പഴയ സേതു ഒന്നുമല്ല വലിയ മന്ത്രിയാ ഈ കൊച്ചി ചേർക്കനോ ട്രൗസർ ഇടിപ്പിച്ചാൽ ഇപ്പോഴും ഒക്കത്ത് വെച്ചോണ്ട് നടക്കാം സമ്മതിച്ചിരിക്കുന്നു ഇയാളെ കുറിച്ച് ഇത്ര കറക്റ്റായിട്ട് അസസ്മെന്റ് ആരും നടത്തിയിട്ടില്ല അപ്പൊ തനിക്ക് വേറൊന്നും പറയാനില്ലല്ലോ പറഞ്ഞിട്ടെന്ത് കാര്യം സാറ് വരില്ലല്ലോ അത് അത്രേ ഉള്ളൂ ഇയാള്
ഒരു 1ാം ക്ലാസ് നുണയന. തന്റെ ഒരു നുണ ഇവൾ 10 പത്രത്തിൽ എഴുതിക്കോളും. അതിനിവിടെ സമർത്ഥയാ. ഇനി പത്രവും മക്കളും കൂടെ സംസാരിക്കാൻ ഞാൻ ഇപ്പൊ വരാം. ഉം. അല്ല, മുത്തച്ഛൻ എന്താ പറ്റില്ലെന്ന് പറഞ്ഞത്? പാർട്ടിയുടെ വാർഷികത്തിന് ക്ഷണിച്ചതിനുള്ള മറുപടിയാണ് കേട്ടത്. മുത്തച്ഛൻ ഇപ്പൊ രാഷ്ട്രീയ വനവാസത്തിലാണെന്ന് അറിയില്ലേ? അറിയാം. ഇന്നത്തെ പവർ പൊളിറ്റിക്സിൽ വർമ്മ സാറിന് ഒരു താല്പര്യമില്ല. ഒന്നാമത് കൂട്ടുകക്ഷി വരണം. മറ്റുള്ള കക്ഷികളുമായി മത്സരിക്കുമ്പോൾ നിലനിൽപ്പിനായി ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതൊന്നും സാറിന് ഇഷ്ടമല്ല. അല്ല, നിങ്ങൾക്ക് ഭരണം വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഭരണം വേണ്ടെന്ന് വെച്ചൂടെ? പിന്നെ അധികാരം ഉണ്ടെങ്കിലേ ജനങ്ങളെ സേവിക്കാൻ പറ്റുമെന്നുണ്ടോ? നിസാര ചോദ്യം. പക്ഷെ ഉത്തരം പറയുക അല്പം ബുദ്ധിമുട്ടാ. ഒരുപാട് എഴുതുന്ന കൂട്ടത്തിലല്ലേ. ഉത്തരം സ്വയം കണ്ടുപിടിച്ചാൽ മതി. അല്ല, പെട്ടെന്ന് ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു ട്രാൻസ്ഫർ? മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടർ പോരെന്ന് മാനേജ്മെന്റിന് തോന്നി. പിന്നെ ഞാൻ ലോക്കൽ ആളുമല്ലേ. നിങ്ങളുടെ മാനേജ്മെന്റിന് വീണ്ടും അബദ്ധം പറ്റിയെന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ? പകരം അശ്വതിയല്ലേ അയച്ചിരിക്കുന്നത്. അപ്പോഴേ മന്ത്രി സാറിന്റെ വകുപ്പ് എന്താ? എക്സൈസ്. നല്ല ഗുണമുള്ള വകുപ്പാണല്ലോ. ഞാൻ ഒഫീഷ്യലേ കാണാൻ വരുന്നുണ്ട്. എന്താ ഭീഷണിയാണോ? സൺഡേ മിററിന് എന്റെ ആവശ്യമില്ല. നിങ്ങളുടെ മാഗസിൻ എക്സ്പോസ് ചെയ്ത സിമന്റ് സ്കാനിലാണല്ലോ മഹാരാഷ്ട്ര മിനിസ്റ്ററെ രാജിവെപ്പിച്ചത്. അതുപോലെ അപ്പോ പേടിയുണ്ടല്ലേ? പിന്നെ പേടിക്കാതെ പറ്റൂ. ഇവിടുത്തെ പല രാഷ്ട്രീയക്കാർക്കും അധോലോകവുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടത് ശരിയാണോ? അയ്യോ, എനിക്കറിയില്ല. ഹൂസ് ജാക്കി? ജാക്കിയോ? JACKY ജാക്കി. എന്തോ കാർ റാലി ഉണ്ടായിരുന്നല്ലോ. ആ കാറുകളെല്ലാം ചെക്ക് ചെയ്തോ? അതെന്തിനാണ് സാർ? കാർ റാലിയിൽ താൻ വിചാരിച്ചതിന് അയാൾ വിചാരിച്ചു കാണും. ഈസ് എ ക്ലവർ മാൻ. അതുകൊണ്ടാണ് അയാളെ ജാക്കി എന്ന് വിളിക്കുന്നത്. സർ, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റില്ല. അവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്ന ഇൻഫർമേഷൻ ആണ്. ഐ റിപ്പീറ്റ്, KBV 4600 ബ്ലൂ മാരുതി. ഗോ ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. പുറത്തേക്ക് ഇറങ്ങണം. എന്താണ് സാർ? പുറത്തേക്ക് ഇറങ്ങാനല്ലേ പറഞ്ഞത്? മൈൻഡ് യുവർ വേർഡ്സ്. ഐ ആം എ ബോണഫൈഡ് പാസഞ്ചർ. വാട്ട് ഡു യു വാണ്ട്? ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. അത് പറഞ്ഞാൽ പോരെ? സെർച്ച് ഇറ്റ്. കം ഓൺ.
ഇനി പോവാലോ? തുറന്നോട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്. ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ചാണ് മുഖ്യമന്ത്രിയായിരുന്നു വെച്ച് എനിക്ക് ചില പരിമിതികളൊക്കെ ലഭ്യമാനന്ദ. ഒന്നാമത് 18 കോടി രൂപ കമ്മി ബഡ്ജറ്റുള്ള ഒരു ഗവൺമെന്റാണ് നമ്മളുടേത്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ കാശിന് ഞാനിവിടെ പോവും. ഏതായാലും ഞാൻ ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. താൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്കൊന്ന് വാ. പോവാൻ സമയമായി. ശേഖരൻകുട്ടിയോട് റെഡിയാകാൻ പറ. സാർ, അച്ഛൻ റെഡിയായി, പോകാമെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ്. സാർ, ഇപ്പൊ തന്നെ വളരെ വൈകി. പറഞ്ഞാ മതി. എന്താടാ പറയാം. അച്ഛൻ എപ്പോഴാ പോകുന്നത്? ഉടനെ പോവും. നീ ഈ കാറും കൊണ്ട് അച്ഛൻ്റെ കൂടെ പോയിക്കോ. ഞാൻ നിന്റെ കാര്യം വരാം. അതെ അതെ, ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ യോഗത്തിൽ പ്രസംഗിച്ചിട്ടേ ഞാൻ പോവൂ. നീ റെഡിയായില്ലേ? അച്ഛൻ പുറപ്പെട്ടോളൂ, ഞാൻ സാഗറിന്റെ കാറിൽ വന്നോളാം. ശരി, വരട്ടെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നമ്മുടെ സാർ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എവിടെ? മോളിലുണ്ട്. സാറേ, പോണ്ടേ? പോണ്ടേ? ട്രെയിന് സമയമായി. സാർ, ആദ്യം കണ്ണും മുഖമൊക്കെ ഒന്ന് കഴിക്കേ. പതുക്കെ പതുക്കെ. ലോറൻസ്, ഈ പരുവത്തിൽ പുള്ളി ട്രെയിനിൽ വിടണ്ട. നമ്മുടെ ఏదైనా కారే అయ్యా మది. ఎంత ఆവശ്యం వచ్చా కొడతాక. మిమ్మల్ని నేను సాలసారి సూచానండి. ఆయన వ్యాపారములు మొదటిసారి మిమ్మల్ని నాకు చాలా నచ్చారండి. നമ്മൾ തമ്മിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ബിസിനസ്സിൽ ആദ്യമാ. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. మీకు మలయాళం తెలుసా? బాగా తెలుసు, ഞാൻ മലയാളിയല്ലേ. ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോ തെലുങ്കാണല്ലോ സംസാരിച്ചത്? അത് ജീവിക്കാൻ വേണ്ടി. എന്റെ ബിസിനസ് ഒക്കെ ആന്ധ്രയിലല്ലേ, അതുകൊണ്ട് തെലുങ്ക് സംസാരിക്കുന്നു. അച്ഛൻ വഴി ഞാനും ആന്ധ്രയാ, അമ്മ വഴി കേരളം, തങ്കമണി. അമ്മയുടെ പേരായിരിക്കും. ഛേ, ഇത് സ്ഥലപ്പേരാണ്. അച്ഛൻ പൊയിലക്കൃഷിയുമായി ആന്ധ്രയിലായിരുന്നു. ആദ്യത്തെ വിളവെടുപ്പിന് തന്നെ ഞാൻ ഉണ്ടായി. അതോടെ അമ്മ ക്ലോസ്. അച്ഛനോ? ഒരു വിവരവും ഇല്ല. ഞാൻ ഉള്ളതും വിറ്റുപെറുക്കി ഇഞ്ഞു പോന്ന്. സ്നേഹമുള്ള മകൻ. അയ്യോ, അച്ഛനോട് മാത്രമല്ല സ്നേഹം, അച്ഛന്റെ ഭാഷയോടും, തെലുങ്കിനോട്. ദിവസം ഒരു 5 തെലുങ്ക് വാക്കെങ്കിലും പറയാതെ എനിക്ക് ഉറക്കം വരികയില്ല. നിദ്ര രാതു. സുഖം തന്നെയല്ലേ? അതെ, എല്ലാം കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. വരട്ടെ.
സൂക്ഷിച്ചുകൊണ്ട് വേണം. സ്വർണമാണ്, കെയർഫുൾ. പോലീസ് എങ്ങാനും വഴി വെച്ച് എന്താ ഇത്? സ്വർണമാണ്, കെയർഫുൾ. മേലാൽ ബിസിനസ്സിലൊന്നും ഇടപെടണ്ട. കെയർഫുൾ. കാസിം, ശേഖരൻകുട്ടിയാ, കഥ തുറക്ക്. അയ്യോ, കാസിം, നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ സർക്കാരിന്റെ കൂട്ടുകാരനായിട്ടുണ്ട്. ദൈവം പോലും അറിയാതെയാണ് നമ്മൾ സാഗറിന്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. എന്നിട്ടും സാഗറിന്റെ കാറിന്റെ പിറകെ കസ്റ്റംസുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കണം. കാസിമേ, പറഞ്ഞ കേട്ടല്ലോ, സൂക്ഷിക്കണം. സ്വർണ്ണ ബിസ്ക്കറ്റ്. ചുമ്മാരടാ. നമ്മുടെ ഓഫീസർ എവിടെ? പോയി. പോയോ? പോയല്ലോ. ഒന്നുകൂടി. ജോണി, ഈ ജാക്കറ്റിൽ എത്ര രൂപയുടെ സ്വർണമുണ്ടെന്ന് നിനക്കറിയാമോ? 12 ലക്ഷം രൂപയുടെ സ്വർണമുണ്ട്. ഇത്രയും സ്വർണം രാവും പകലും ഡ്രൈവ് ചെയ്ത് എല്ലാ റിസ്ക്കും കവർ ചെയ്ത് ചെങ്കോട്ടയിലുള്ള അമീർ സാഹിബിന് എത്തിച്ചു കൊടുത്താൽ നമുക്കെന്ത് കിട്ടും? 10,000 രൂപ കിട്ടും. 6 ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ സുഖമായി ജീവിച്ചൂടെ? കാസിം, ഈ ശേഖരൻകുട്ടിയും ജാക്കിയും പണക്കാരായത് നേരായ വഴിക്കൊന്നുമല്ല. കാസിം, നമുക്ക് ഈ സംസാരം എവിടെ വെച്ച് നിർത്താം. നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയാവും. നീ പേടിച്ചു പോയോ? ഇതുപോലെ പല പരീക്ഷണങ്ങളും ഉണ്ടാവും. നിന്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതല്ലേ. ശേഖരൻകുട്ടി പറഞ്ഞ സർക്കാരിന്റെ കൂട്ടുകാരൻ നീയാണോടാ? ജോണി, നീ നോക്കി.
കച്ചവടം ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലേക്കാ. ഒന്നും മിണ്ടാണ്ട് ചെക്കൻ രാവിലെ തുടങ്ങിയല്ലോ മനുഷ്യനെ വെറുപ്പിക്കാൻ. ബാപ്പാ ചായ. കണക്ക് ചായ വേണോ? വേണ്ട. ശിവനെ കൊണ്ട് ഞാൻ തോറ്റി. ആ കായിക്ക, ഇന്ന് ചാകര എടുക്കുന്ന ദിവസമാ. അറബിയ സിലാണോ? അറബി. ആര് പറഞ്ഞു? ലോറൻസ്. വഹാബിനോടും ശശാങ്കനോടും തെക്കോട്ട് നേരത്തെ നീങ്ങാൻ ലോറൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കായിക്ക, ഷാഹുൽ ഇന്നലെ നല്ല കോളായിരുന്നു. ഹിപ്പിയോട് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. മുടിഞ്ഞോൻ ഓന്റെ വർത്താനം മേലാൽ ഇവിടെ പറഞ്ഞു പോകരുത്. ഹലോ ജനയമ്മേ, ജനയമ്മേ, ജനയമ്മല്ലേ ഇവിടെ? അമ്പലത്തിൽ പോയിരിക്കാം. ആ. കായിക്ക, അങ്ങോട്ട് തീരി ഇങ്ങോട്ട് തീരി മോനിരിക്കി. എനിക്കൊരു 10 രൂപ. എന്തിനാ? പട്ടം പറപ്പിക്കാനാ. കൊടുക്കല്ലേ മോനെ? തിരിച്ചു കൊടുക്കണ നമുക്ക്. നീ പാടാ നമുക്ക്. നമുക്ക് കള്ള ഹറാൻ പറഞ്ഞോനെ. കാസിമിനെ കൊന്നല്ലേ? അവൻ ജോണിയെ കൊന്നു. അതുകൊണ്ട് ജോണിന്റെ ജീവൻ തിരിച്ചു കിട്ടു. കൊല്ലും കൊലയും എന്നാ ഈ തൊഴിലിലൊന്ന് അവസാനിച്ച് കിട്ടുക. ഈ തൊഴിൽ നിലനിൽക്കുന്നിടത്തോളം അതുണ്ടാവും, തുടർന്നുകൊണ്ടേയിരിക്കും. ഷാഹുൽ എവിടെ? മോനകത്തുണ്ട്. എന്തിനാ? അവൻ കഞ്ചാവ് കച്ചവടം തുടങ്ങിയെന്ന് കേട്ടു. എനിക്ക് അവനെ ഒന്ന് കാണണം. കാലത്താണ് വന്ന് കിടന്നത്. ഞാൻ വിളിക്കാം. ഷാവുലേ, അല്ല ഷാവുലേ, ഷാവുലേ. ഞാൻ പറഞ്ഞു നോക്കി, ആര് കേക്കാൻ? ഒന്ന് പറഞ്ഞ 10 തർക്കുത്തരം പറയും. അതാണ് ഓന്. പാപ്പ എന്തിനാ വിളിച്ചത്? ഷാഹുലേ, നിന്റെ പുതിയ കച്ചവടം എങ്ങനെയുണ്ട്? തരക്കേടില്ല. നിനക്ക് ചേർന്ന തൊഴിലല്ല ഇത്. നീ നിർത്തണം. എല്ലാവർക്കും സ്വർണ്ണ കച്ചവടം ചെയ്യാൻ സാധിക്കും. ഇഷ്ടം പോലെ ചെയ്യാം. പിന്നൊരു കാര്യം, സ്ക്വാഡ് പിടിച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ഓ, ഹറാൻ പറഞ്ഞോനെ. ഓന്റെ ധിക്കാരം കണ്ടില്ലേ? വാ. ചെല്ലടാ. നമ്മൾ ചെയ്യുന്ന തൊഴിൽ അന്തസ്സുള്ളതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇരട്ടി ലാഭം കിട്ടുന്ന ബിസിനസ്സാണ് കഞ്ചാവ് കച്ചവടം, എനിക്കറിയാം. എന്നാലും ആളെ കൊല്ലിക്കുന്ന ഈ ബിസിനസ് നമുക്ക് വേണ്ട. പിന്നെ ഞാൻ എന്ത് ഈ സോപ്പും ചീപ്പും കണ്ണാടി ഒന്നും വിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. വേണ്ട. ഇഷ്ടമല്ലെങ്കിൽ നീ ചെയ്യണ്ട. നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ? അതോ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം? നീ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ നീ എനിക്ക് വാക്ക് തരണം, നീ ഇനി കഞ്ചാവ് കച്ചവടം ചെയ്യില്ലെന്ന്. ഞാൻ വിശ്വസിച്ചോട്ടെ? ഞാൻ പോട്ടെ. ഞാൻ ജാനകിയമ്മയെ വീട്ടിൽ നോക്കി. ഞാൻ അമ്പലത്തിൽ പോയിരിക്കായിരുന്നു. ഇന്ന് അവളുടെ പിറന്നാളാണ്. സാഗർ പോയിരുന്നു. അവളെ കണ്ടോ? ഇല്ല, ഞാനിന്ന് പോകുന്നുണ്ട്. പ്രസാദം കൊടുത്തേക്കാം. ജ്യോതിയോട് വല്ലതും പറയണോ? അമ്മയ്ക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ മതി.